ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മലയാള നാടിനും മലയാള ഭാഷയ്ക്കും ഏറെ സംഭാവനകൾ നൽകി ഭാഷയെയും സംസ്കാരത്തെയും പരിപോഷിപ്പിച്ച മലയാളത്തിൻ്റെ രണ്ടാം എഴുത്തച്ഛൻ എന്ന് അറിയപ്പെടുന്ന അർണോസ് പാതിരി എന്ന ജർമ്മൻകാരനായ യോഹൻ ഏൺസ്റ്റ് ഹാങ്സ് ലേഡൻ രചിച്ച പുത്തൻ പാന മലയാളികൾക്ക് സുപരിചിതമാണ്. പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയുടെ ചുവട് പിടിച്ചാണ് പുത്തൻ പാനയുടെ രചന. കൂദാശ പാന എന്നാണ് തൻ്റെ കൃതിക്ക് അർണോസ് പാതിരി പേര് നൽകിയത്. പിന്നീടത് പുത്തൻ പാന എന്നായി, രക്ഷാകര വേദ കീർത്തനം എന്നുമായി. വലിയ നോമ്പുകാലത്ത് വിശ്വാസികൾ നടത്തിയ പാരമ്പര്യ ഗീതങ്ങളായ ദേവസ്ഥവിളിയും ദേവമാതാവമ്മാനൈ എന്ന ചെന്തമിഴ് കൃതിയുമാണ് ഇതിന് പ്രേരകമായത്. 13 പാദങ്ങളുള്ള പുത്തൻ പാനയിലെ നദോന്നത വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ എഴുതപ്പെട്ട ഉമ്മാട ദുഃഖം പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ വ്യാകുല പ്രലാപമാണ് നമുക്കേറെ സുപരിചിതം. ഈ വായനാ മഞ്ചരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ ഭാഗമാണ്. അമ്മ കന്യ മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലെ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും. പരിശുദ്ധ അമ്മയുടെ ദുഃഖങ്ങൾ എല്ലാം കൂടെ ചേർക്കുന്നതാണ് ദൈവമാതാവിൻ്റെ ഈ വ്യാകുല പ്രലാപം അഥവാ ഉമ്മായുടെ ദുഃഖം. ഇതെല്ലാം കേൾക്കാനുള്ള മനസ്സുണ്ടാവുക, അതാണ് കവി പറയുക. ദുഃഖമൊക്കെ പറവാനോ വാക്ക് പോരാ മാനുഷർക്ക്, ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എത്രമാത്രം പറഞ്ഞാലും അവസാനിക്കാത്ത രീതിയിലുള്ളൊരു വലിയ ദുഃഖമാണ് പരിശുദ്ധ അമ്മ പേറുന്നത്. അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്, നമ്മുടെ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളുന്നതിനപ്പുറത്താണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലൊക്കെയുമില്ല, അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. കവി പറയുകയാണ്, എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞാൽ അവസാനിക്കില്ല. വാക്കുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അതിനേക്കാളൊക്കെ അധികമായ വലിയ ദുഃഖമാണ് പരിശുദ്ധ അമ്മയുടെ. ഈ ദുഃഖമാണ് ഈ കാവ്യത്തിൽ ഞാൻ പറയുക. അത് പറയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ കന്നി തുണയണം, അമ്മയുടെ തുണയുണ്ടാകണം. സർവമാനുഷർക്കു വന്ന സർവദോഷോ തരത്തിനായി സർവനാഥൻ മിശിഹായി മരിച്ച ശേഷം. എന്തിനാണ് കർത്താവ് കുരിശിൽ തൂങ്ങി മരിച്ചത്? അതിൻ്റെ ഉത്തരമാണ് അർണോസ് പാതിരി ഈ കവിതയിലൂടെ കൊടുക്കുന്നത്. സർവമാനുഷ്യർക്ക് വന്ന സർവദോഷം, ആദം ചെയ്ത പിഴ, അതിൻ്റെ ഫലമാണ്, അതിൽ നിന്നുള്ളൊരു മോചനമാണ് കർത്താവ് കുരിശിലേറ്റപ്പെടുന്നത്. സർവനാഥൻ മിശിഹ മരിച്ചത് ഈ സർവമാനുഷ്യർക്ക് വന്ന സർവദോഷം തീർക്കുവാനാണ്. സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു, സർവദുഃഖം നിറഞ്ഞുമ്മ പുത്രനെ നോക്കി. കുരിശും വഹിച്ചു പോകുന്ന മകനെ അമ്മ കാണുമ്പോഴുണ്ടാകുന്നൊരു ദുഃഖമുണ്ട്. ആ ദുഃഖമാണ് ഈ പ്രലാപത്തിലൂടെ വിവരിക്കുന്നത്, ഉമ്മാടെ ദുഃഖത്തിലൂടെ. ഇന്ന് നമ്മൾ പാടുന്ന ഈ 10 വരികൾ, 5 സ്റ്റാൻസകൾ ഈ 11ാം പാദത്തിൻ്റെ ആരംഭമാണ്. ഓരോ ദിവസവും ഇതുപോലെ നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് ഈ വിശുദ്ധ നോമ്പിൽ. അമ്മ കന്യ മണി തൻ്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ
പറവാനോ വാക്കുപോരാ, മനുഷ്യർക്കോ ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കെയുമില്ല. അമ്മ കന്നീ തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്കു വന്ന സർവദോഷോത്തരത്തേനായി സർവനാഥൻ മിശിഹായി മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞും പുത്രനെ നോക്കി. ഈ പുത്തൻപാന വായന ഈ ശുശ്രൂഷയിൽ ഭക്തിയോടെ പങ്കുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.